നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എൻ പ്രശാന്ത് എന്ന IAS കുത്തിപ്പൊക്കലിന് മുന്നിൽ മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഇമേജ് വീണുടയുമെന്നാണ് തലസ്ഥാനത്ത് നിന്നുള്ള റിപ്പോർട്ടുകൾ. അബ്ദുറഹ്മാനും പ്രശാന്തും തമ്മിലുള്ള യുദ്ധമല്ല അണിയറയിൽ പുരോഗമിക്കുന്നത്. പ്രശാന്തിന്റെ ലക്ഷ്യം പിണറായിയാണ്. തന്നെ മാസങ്ങളോളം സസ്പെൻഷനിൽ നിർത്തിയ പിണറായിയെ മാത്രമല്ല മുൻ ചീഫ് സെക്രട്ടറി A ജയതിലകിനെയും കളക്ടർ ബ്രോ തൂക്കിയെടുക്കും. ഇതിന് മുതിർന്ന IAS ബി അശോകിന്റെ പിന്തുണയും കൂടി ഉണ്ടെന്നാണ് വിവരം. അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് നടന്ന ശ്രമങ്ങളെല്ലാം നടപടിക്രമങ്ങൾ പാലിച്ചാണെന്ന മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ വാദത്തിന്റെ മുന പ്രശാന്ത് ഒടിച്ചത് നിമിഷ വേഗത്തിലാണ്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി മന്ത്രി നടത്തിയെന്ന് പറയുന്ന പല കത്തിടപാടുകളും സർക്കാർ ഫയലിൽ കാണാനില്ലെന്നാണ് കായിക വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. കായിക വകുപ്പിന്റെ സെക്രട്ടറിയായി N പ്രശാന്ത് ചുമതലയേറ്റതോടുകൂടിയാണ് ഇതെല്ലാം കുത്തിപ്പൊക്കിയത്. മന്ത്രി നടത്തിയ തിരിമറികൾ ഒന്നൊന്നായി പുറത്തു വരികയാണ്. സർക്കാരിനെ മറികടന്ന് സ്പോൺസർ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി നേരിട്ട് കരാർ ഒപ്പിട്ടു. ഇതിനായി സർക്കാർ ഉത്തരവ് കായിക വകുപ്പ് തിരുത്തിയത് നിയമപരമായ വെല്ലുവിളിയാണ്. സർക്കാർ ഉത്തരവ് തിരുത്തുന്നത് ചെറിയ കാര്യമല്ല. മന്ത്രിയുടെ അംഗീകാരമില്ലാതെ ഇത് ചെയ്യാനും കഴിയില്ല. അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചെന്ന് കാണിച്ച് 2024 ഡിസംബർ 24 കായിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവ് ഇറക്കിയിരുന്നു. ഇതിന്റെ മേൽനോട്ടത്തിനായി കായിക വകുപ്പിന് കീഴിലുള്ള സ്പോൺസേഴ്സ് കേരള ഫൗണ്ടേഷൻ നിയമിച്ചെന്നും 2 പ്രദർശന മത്സരങ്ങൾ സംഘടിപ്പിക്കാനുള്ള അനുമതി സ്പോൺസർക്ക് നൽകിയെന്നുമായിരുന്നു ഉത്തരവ്. എന്നാൽ ഇതിന് 4 ദിവസം മുൻപ് സ്പോൺസർ AFAയുമായി കരാർ ഒപ്പുവെച്ചിരുന്നു. ഇക്കാര്യം സർക്കാർ രേഖകളിൽ വന്നിട്ടില്ല. 2024 ഡിസംബർ 20 സ്പോൺസർ ഒപ്പുവെച്ച കരാർ കായിക വകുപ്പിൽ ഇല്ലെന്ന് സ്പെഷ്യൽ സെക്രട്ടറി N പ്രശാന്തിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 210 കോടി ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയിൽ ടെൻഡർ ഇല്ലാതെ സ്പോൺസറായി റിപ്പോർട്ടർ ദി ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയെ കായിക വകുപ്പ് നേരിട്ട് തിരഞ്ഞെടുത്തെന്നാണ് അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ടെൻഡർ ഇല്ലാതെ സ്പോൺസറെ കണ്ടെത്തുന്നത് സർക്കാർ നയങ്ങൾ പ്രകാരം തെറ്റാണ്. ഇതിനെയാണ് അഴിമതി എന്ന് വിളിക്കുന്നത്. 2025 ജനുവരി 7 ആദ്യ ഉത്തരവ് കായിക വകുപ്പ് തിരുത്തി. AFAയുമായി കരാർ ഒപ്പിടാൻ സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയെ ചുമതലപ്പെടുത്തിയെന്നായിരുന്നു പുതിയ ഉത്തരവ്. AFA പ്രതിനിധികളുമായി വി അബ്ദുറഹ്മാൻ നേരിട്ട് ഇമെയിലിലൂടെയാണ് കത്തിടപാടുകൾ നടത്തിയതെന്ന് കായിക വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. 2 വർഷത്തിന് ശേഷമാണ് ചില കത്തിടപാടുകൾ ഫയലിൽ ചേർത്തത്. ഭൂരിഭാഗം കത്തിടപാടുകളും ഇപ്പോൾ ഫയലിൽ കാണുന്നില്ല. അർജന്റീനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുതിർന്ന ഉദ്യോഗസ്ഥരെ മറികടന്ന് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി കായിക വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കൈമാറിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതെല്ലാം നിയമവിരുദ്ധ കാര്യങ്ങളാണ്. സ്പോൺസർ ഇത്തരം കാര്യങ്ങൾ മന്ത്രിയെ അവിഹിതമായി സ്വാധീനിച്ച് നടത്തി എന്നാണ് ആക്ഷേപം. സ്പോൺസർ പണം അടയ്ക്കാൻ വൈകിയതിന്റെ പേരിൽ കരാർ റദ്ദാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി AFA പ്രതിനിധികൾ വി അബ്ദുറഹ്മാന് 2 തവണ ഇമെയിൽ അയച്ചതിന്റെ രേഖകൾ പുറത്ത് പ്രചരിക്കുന്നുണ്ടെങ്കിലും ഇത് സ്പെഷ്യൽ സെക്രട്ടറിയുടെ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. AFA ചീഫ് കൊമേഴ്ഷ്യൽ ആൻഡ് മാർക്കറ്റിംഗ് മാനേജർ ലിയാന്ദ്ര പ്രീറ്റേഴ്സ്, ഇന്റർനാഷണൽ റിലേഷൻസ് ഹെഡ് പാബ്ലോ ജെ ഡയസ് എന്നിവരുമായി തന്റെ ഔദ്യോഗിക ഇമെയിലിലൂടെ അന്നത്തെ കായിക മന്ത്രി നടത്തിയതെന്ന മട്ടിലുള്ള കത്തിടപാടുകളിൽ ചിലത് പ്രചരിക്കുന്നുണ്ട്. സർക്കാരിന്റെ ഔദ്യോഗിക ഇമെയിൽ അക്കൗണ്ട് വഴിയുള്ള സന്ദേശങ്ങളിൽ പലതിനും പൊന്നാനി MEAS കോളേജ് ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ അമീറ ഐഷ ബീഗത്തിന് കോപ്പിയുണ്ട്. എന്നാൽ കായിക വകുപ്പ് സെക്രട്ടറിയും ഡയറക്ടറും ഉൾപ്പെടെ സർക്കാരുമായി ബന്ധപ്പെട്ട മറ്റാർക്കും കോപ്പി വെച്ചിട്ടില്ല. ഈ ഇമെയിൽ സന്ദേശങ്ങളും ഫയലിലുമില്ല. അമീറ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമോ കായിക വകുപ്പുമായി ബന്ധപ്പെട്ടയാളോ ആയിരുന്നില്ല. സ്പോൺസർക്ക് പകർപ്പില്ലാത്ത സന്ദേശങ്ങളിൽ പോലും ഇവരുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. സ്വകാര്യ വ്യക്തിക്ക് ഔദ്യോഗിക രേഖകൾ കൈമാറിയതായും അന്വേഷണം വരും. AFA പ്രതിനിധി പാബ്ലോ ഡയസുമായി പരിചയമുള്ളതിനാൽ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് അമീറയുടെ വിശദീകരണം. തുടക്കത്തിൽ സ്പോൺസർക്കും വി അബ്ദുറഹ്മാനും വേണ്ടി AFAയുമായി ആശയവിനിമയം നടത്തിയിരുന്നുവെന്നും ഇരുകൂട്ടർക്കും മെയിലുകൾ തയ്യാറാക്കി നൽകിയത് എന്നും താനാണെന്നും ഇവർ പറയുന്നു. അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നതിന്റെ ഭാഗമായി 2024 അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്പെയിനിൽ സന്ദർശിച്ചിരുന്നു. ഇതിന് 13,434 രൂപ ചെലവായതായി മുൻ നിയമസഭയിൽ മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അർജന്റീന ടീമിനെ കേരളത്തിൽ എത്തിക്കുന്നതിൽ സംഘടനക്കാരായ സ്പോൺസറും സ്വകാര്യ കമ്പനിയെ തെരഞ്ഞെടുത്തതിൽ ഗുരുതരമായ സംഘടനാ വീഴ്ചകൾ ഉണ്ട് എന്നും കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N പ്രശാന്തിന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. വാക്കാലുള്ള നിർദ്ദേശത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് ഇവരെ തിരഞ്ഞെടുത്തത്.
മുൻ കായിക മന്ത്രിയുടെ ഓഫീസും മുൻ ചീഫ് സെക്രട്ടറിയും കമ്പനിയുമായി ചർച്ച നടത്തിയ ശേഷം പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ ഉദ്യോഗസ്ഥർക്ക് വാക്കാൽ മാത്രം നിർദ്ദേശം നൽകുകയായിരുന്നു. താൽപര്യപത്രം ക്ഷണിക്കൽ, പരസ്യ ടെൻഡർ നടപടികൾ, സ്പോൺസർഷിപ്പ് നിരക്കുകളുടെ മൂല്യനിർണ്ണയം, കമ്പനിയുടെ സാമ്പത്തിക ശേഷി പരിശോധിക്കൽ, ഫണ്ടിന്റെ സ്രോതസ് ഉറപ്പാക്കൽ ഇതൊന്നും നടത്തിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ സ്വകാര്യ കമ്പനിയെ മാത്രം തെരഞ്ഞെടുത്തതിനുള്ള കൃത്യമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഉത്തരവും സർക്കാർ ഫയലുകളിൽ ഇല്ലെന്നും അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. മെസ്സിയെ കേരളത്തിൽ എത്തിക്കാമെന്ന് ഏറ്റ സ്പോൺസറെ സംരക്ഷിക്കാൻ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നികുതി വകുപ്പ് വഴിവിട്ട നീക്കം നടത്തിയതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. ഈ നീക്കത്തിൽ മുൻ മന്ത്രി, മറ്റൊരു മുൻ മന്ത്രിയുടെ അഡീഷണൽ PS, GST കമ്മീഷണറേറ്റിലെ 2 ഉന്നതർ, കണ്ണൂരിലെ CPM നേതാവിന്റെ ഉന്നതബന്ധുവായ ഉന്നത ഉദ്യോഗസ്ഥ എന്നിവരുടെ പങ്ക് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കും. സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി 126 കോടി രൂപ കൈമാറിയതിന്റെ സേവന നികുതി 22.68 കോടി രൂപ അടച്ചില്ലെന്നും നികുതി വകുപ്പ് കണ്ടെത്തിയത് 2025 ജൂണിലാണ്. ഓഗസ്റ്റ് മുതൽ അയച്ച 5 സമൻസുകളും സ്പോൺസർ അവഗണിച്ചെങ്കിലും നടപടിയുണ്ടായില്ല. ആവശ്യപ്പെട്ടപ്പോഴെല്ലാം സമയം നീട്ടി നൽകി. സർക്കാർ കർശനമായി ഇടപെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ജൂലൈ 30 നൽകിയ സമൻസിലാണ് ഓഗസ്റ്റ് 3 ഹാജരായത്. ഇതിനിടെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ കേസ് അവസാനിപ്പിക്കാനും നീക്കമുണ്ടായി. കമ്പനിക്ക് നൽകിയത് സ്വാഭാവിക നീതി മാത്രമാണെന്നും കഴിഞ്ഞ ജൂലൈ 27 കാഞ്ഞങ്ങാട് ഇന്റലിജൻസ് ഓഫീസർ GST കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ഇവിടെ പ്രശാന്തിനൊപ്പം ഡോക്ടർ B അശോകുമുണ്ട്. ഡോക്ടർ B അശോകിന് പിന്നിൽ അടിയുറച്ചു നിൽക്കുകയാണ് IAS ലോകം മുഴുവനും. പ്രശാന്തിനെ പിന്തുണച്ചതിന്റെ പേരിൽ മുമ്പ് കൃഷി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് B അശോകിനെ സ്ഥലം മാറ്റിയിരുന്നു. ഈ നടപടി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തതോടുകൂടി തോറ്റത് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സർക്കാരുമാണ്. തദ്ദേശ സ്വയംഭരണ കമ്മീഷൻ ചെയർമാനായി അശോകിനെ നിയമിച്ച IAS അസോസിയേഷൻ പ്രസിഡന്റായ അശോകിനെ സെക്രട്ടേറിയറ്റിൽ നിന്നും പുറത്താക്കാനായിരുന്നു സർക്കാരിന്റെ നീക്കം. ട്രിബ്യൂണലിനെ സമീപിക്കാൻ അശോകിനെ പ്രേരിപ്പിച്ചതും ഒപ്പം നിന്നതും IAS-കാരാണ്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പിണക്കിയാൽ സർക്കാർ വെള്ളം കുടിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല.